ഇതുവരെ ഒരുങ്ങില്ല. രണ്ടുപേരും കൂടെ എത്ര നേരം കൊണ്ട് കയറിയിരിക്കുക. വെളിയിൽ പോയി നേരം പോയി. അയ്യേ ഇതെന്തോ ഇതെന്തൊരു വേഷം ഇത്? പള്ളി പോവാന്നോ? ഈ വേഷം ഇട്ടുണ്ടോ? എന്റെ കൂടെ വരണ്ട, നീ തന്നെ പോ. പള്ളി പോന്നെ വേഷം ഇട്ടേക്ക് നോക്ക്. നാണമില്ല ഇവിടെ നിനക്ക്. പിന്നെ ഇത് കമ്പോളത്ത് നീ പോന്നവർ പോലും ഞാൻ എടീ പള്ളി പോവാന്നോ നീ? പള്ളി പോവാന്നോ? ഭർത്താവ് എന്തോ പള്ളി പോവാന്നോ? ഈ ടീഷർട്ട് ഇട്ടുണ്ടോ? മാനം മറച്ചില്ലയോ? മാനം മറിക്കുന്നതിന്റെ അല്ല. ഇപ്പൊ ആരെങ്കിലും എടാ ഇത് മോശമാടാ പള്ളിയിലൊക്കെ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നത്. എന്തൊരു കാലമാണ്. ടീഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകരുതാ പള്ളി. നിങ്ങൾക്ക് വേറെ ഇല്ലാഞ്ഞിട്ടാ നല്ലതായിട്ട് വെക്കൂടാ ഇടാ. പ്രായപൂർത്തിയായ പെൺപിള്ളേർ അച്ഛന്മാർ കുർബാന എടുത്തോണ്ടിരുന്നു. നമ്മൾ ചങ്കിച്ച് പോകും. അതല്ലേ വേഷം ഇട്ടുണ്ട് ഈ തള്ളന്മാർ പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണോ നമ്മളിടുന്നത്? വെള്ള വസ്ത്രം ധരിക്കണമെന്നൊന്നുമില്ല. ഉള്ളത് വൃത്തിയായിട്ട് മാനം മര്യാദയ്ക്ക് ഇടണം. അങ്ങനെ പിള്ളേരെ പള്ളി വിടുന്ന കാര്യം ഞാൻ പറയാം. പെൺപിള്ളേർ നീ അതുപോലെ ഞാൻ ആണുങ്ങളാണെങ്കിൽ ഒത്തിരി ടീഷർട്ടും കാര്യമായിട്ടുണ്ട്. അങ്ങനെയാണോടാ പള്ളിയിൽ പോകുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ടായോ? അതിന് നല്ല ഷർട്ടുകൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. ഇല്ല ടീഷർട്ടായാലും ഷർട്ടായാലും ഒരേപോലെ ഉള്ളൂ. അല്ല, അതിൻ്റെ മാന്യതയുണ്ട്. ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരുമ്പോൾ നീ ഇങ്ങനെയാണ് പള്ളി പോന്നെ. പള്ളി പോകുന്ന വേഷമാണ് തലമുടിയും ചെയ്യാതെ ഈ അരക്കൈ ഇട്ടുണ്ട്. എൻ്റെ കൂടെ വരണ്ട, ഞാൻ വരുന്നില്ല. അല്ല കമ്പോളത്തിലൊക്കെ പോകുമ്പോൾ നീയൊക്കെ അങ്ങനെയൊക്കെ പോയാൽ മതി. എൻ്റെ അവിടെ വരുമ്പോൾ പള്ളിയിൽ വരുക എന്നൊക്കെ നീ ആരെങ്കിലും വരുവാടാ? നീ ഞാൻ കണ്ടോ പറഞ്ഞപ്പോ പിടിക്കുന്നില്ല കണ്ടോ? ഈ വേഷം ആരെങ്കിലും ഇട്ടോണ്ട് പോവാ പള്ളിയിൽ. നീ വേറെ ഇട്ടോണ്ട് പോവാ. നീനൊന്നും അല്ല മനുഷ്യൻ. ആ പിന്നെ ഒന്നാമത്തെ ഷർട്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇല്ലാഞ്ഞിട്ടാണ് ഇല്ലാത്തവരാണ്. വെള്ളം ഇടണോ? വെള്ളം ഇടണമെന്നില്ല. വെള്ളം ഇട്ടാൽ അത്രയും നല്ലത്. ഒരു ടീഷർട്ടും അങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് ഒരു കൈയില്ലാത്ത ഒരു ചുരിദാറും അങ്ങോട്ട് ഇട്ട് പള്ളിയിൽ പോവുക. ആരെ കാണിക്കാനാ? ദൈവത്തിൻ്റെ മുമ്പിൽ പോവുക പ്രാർത്ഥിക്കാൻ. ഇത് നേരം പോകുന്നല്ലോ ദൈവമേ. വാ ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഇപ്പം മാന്യമായിട്ടുള്ള വേഷം ധരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇപ്പം നോക്കിപ്പം നല്ലതായിരിക്കുന്നു കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ? അതിനാ പറഞ്ഞ വീട്ടില് അമ്മമാര് അല്ല ഇപ്പൊ ആരെങ്കിലും വേണം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും രണ്ടുപേര്. അപ്പൊ ഹാപ്പി ഹാപ്പി മദേഴ്സ് ഡേ. ഇതിനെ വീട്ടിൽ അമ്മമാര് വേണോന്ന് പറയുന്നത്. ഇന്ന് മദേഴ്സ് ഡേ ആണോ? ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു. പിന്നെ എത്ര മാന്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ പണ്ടേ പറഞ്ഞു തരണമായിരുന്നു. അങ്ങനെ